ഹായ് നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരാളുടെ ജീവിതത്തിൽ 3 കാര്യങ്ങളെങ്കിലും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തു വെച്ചാൽ മാത്രമാണ് അയാളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന്. അതായത് നമ്മൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവുക, ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ഉണ്ടാവുക, അതുപോലെ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. ഈ മിനിമം ഈ 3 കാര്യമെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വച്ചിരിക്കണം. ഇനി നമ്മൾ ഓരോ സ്റ്റേജിനനുസരിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഗോളിനനുസരിച്ചും നമ്മളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ് ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ മന്ത്ലി ഇൻകത്തിൻ്റെ 5% നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ മന്ത്ലി ഇൻകത്തിൻ്റെ 5% നമ്മുടെ ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാനിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നമ്മളുടെ ആനുവൽ ഇൻകത്തിൻ്റെ ഒരു 10 മടങ്ങെങ്കിലും നമ്മുടെ ഫാമിലി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ പെൻഷൻ സ്കീമിലേക്ക് വേണ്ടി മന്ത്ലി ഇൻകത്തിൻ്റെ 20% നമ്മൾ പെൻഷൻ സ്കീമിന് വേണ്ടി മാറ്റിവെക്കുക. ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഗോളിലും നമുക്ക് നല്ല രീതിയിൽ ഫുൾഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് വലിയ ഫിനാൻഷ്യൽ സ്ട്രഗിളോ സ്ട്രെസ്സോ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടോ, അത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ, നല്ല രീതിയിൽ തന്നെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു വ്യക്തമായ ഗൈഡൻസോട് കൂടി നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് റെഡിയാക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഒരു ഫ്രീ കൺസൾട്ടേഷൻ എടുത്തുകൊണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് റെഡിയാക്കാനായിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.